പ്രൈസ് ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമാധാനം നിറഞ്ഞ നല്ലൊരു ദിവസം ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് പരസ്പരം ആശംസിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45 അധ്യായം 2 മുതലുള്ള തിരുവചനം. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധന ശേഖരവും ഞാൻ നിനക്ക് തരും. ഇത്രത്തോളം നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം വേറൊരു മതത്തിലുമില്ല. ഏതെല്ലാം സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് തന്നാലും അതിൻ്റെ മീതെ ആ സങ്കടങ്ങൾ തന്നിട്ട് നമ്മൾ അകന്ന് ദൂരെ മാറിയിരുന്ന് നമ്മളെ സ്നേഹിക്കുന്ന നിറകണ്ണോടുകൂടി നമ്മളെ നോക്കിയിരിക്കുന്ന ഒരു തമ്പുരാൻ നമുക്കുണ്ട്. നമ്മുടെ എല്ലാ തടസ്സങ്ങളെയും തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കാം. സങ്കടങ്ങളുടെ മീതെ സങ്കടപ്പെട്ട് ഒറ്റപ്പെട്ട് മൂലയ്ക്ക് കയറാതെ നമുക്ക് സങ്കടം തന്ന ദൈവത്തിന് നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റും. ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയുടെ പരിശുദ്ധ ശക്തിയോട് ചേർത്ത് നമ്മൾക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും സമർപ്പിക്കാം. ജോലി മേഖലയിലെ, സാമ്പത്തിക മേഖലയിലെ തടസ്സങ്ങൾ, ഭവനം പണി, വിവാഹം, പ്രായം കഴിഞ്ഞിട്ട് ജീവിതാന്തത്തിലേക്ക് കടക്കാൻ കഴിയാതെ വേദനിക്കുന്ന അവസ്ഥ, നമ്മുടെ സാമ്പത്തികമായി നമ്മളെ ശ്വാസം മുട്ടിക്കുന്ന എല്ലാ അവസ്ഥകളെയും, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകൾ, പഠന മേഖലകൾ, ഇതെല്ലാം തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ നിറവോടുകൂടി ഈ വചനത്തെ ഇന്ന് നമ്മൾ സ്വന്തമാക്കിയാൽ, കർത്താവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട്, സത്യദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിന്റെ നിറവിൽ ഈ വചനം ഏറ്റെടുത്താൽ ഇന്ന് നിനക്ക് അത്ഭുതം കാണാൻ പറ്റും. നമ്മളുടെ മുൻപിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളും തകർത്ത് ഇരുമ്പോടാമ്പൽ ഒടിച്ച് നമ്മളുടെ സമാധാനവും സന്തോഷവും തരാൻ കാത്തിരിക്കുന്ന ദൈവത്തെ സ്വന്തമാക്കാൻ ഈ വചനത്തിലൂടെ നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമാധാനം നിറഞ്ഞ നല്ലൊരു ദിവസം ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് പരസ്പരം ആശംസിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45 അധ്യായം 2 മുതലുള്ള തിരുവചനം. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധന ശേഖരവും ഞാൻ നിനക്ക് തരും. ഇത്രത്തോളം നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം വേറൊരു മതത്തിലുമില്ല. ഏതെല്ലാം സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് തന്നാലും അതിൻ്റെ മീതെ ആ സങ്കടങ്ങൾ തന്നിട്ട് നമ്മൾ അകന്ന് ദൂരെ മാറിയിരുന്ന് നമ്മളെ സ്നേഹിക്കുന്ന നിറകണ്ണോടുകൂടി നമ്മളെ നോക്കിയിരിക്കുന്ന ഒരു തമ്പുരാൻ നമുക്കുണ്ട്. നമ്മുടെ എല്ലാ തടസ്സങ്ങളെയും തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കാം. സങ്കടങ്ങളുടെ മീതെ